ഹേയ് ഹായ് അനിത. ഹായ് പ്രഭു. എന്താ നിന്റെ കല്യാണം അറിയാൻ ഇൻസ്റ്റയിൽ നോക്കണോ? പറഞ്ഞാ ഞങ്ങൾ കൂടെ വരില്ലായിരുന്നോ? എന്താ ഞങ്ങളെ മറന്നോ? അല്ല അനിത, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതെന്റെ വൈഫ് സുന്ദരി. ആ കണ്ടിരുന്നു, ഫോട്ടോസിൽ വളരെ നന്നായിരുന്നു. അവൾക്ക് ഈ ലൊക്കാലിറ്റി പുതിയതാണ്, അതുകൊണ്ട് പേടിയാവുന്നു. വിരോധമില്ലെങ്കിൽ അവൾക്കൊരു കമ്പനി കൊടുക്കാവോ? യാ നോ പ്രോബ്ലം. സമാധാനായി. താങ്ക് യു അനിത. ഇറ്റ്സ് ഓക്കേ. യോഗി ഇല്ലേ വീട്ടില്? യോഗി കുളിച്ചോണ്ടിരിക്കാ. ഓക്കെ. ശരി, ഈവനിങ് വേഗം വരാട്ടോ. പേടിക്കണ്ട, സേഫ് ആയിട്ടിരുന്നു. വാ സുന്ദരി. സുന്ദരി, ഇതും നിന്റെ വീടാണെന്ന് കരുതി ഫ്രീ ആയിട്ടിരിക്കെ. വാ ഇരിക്കെ. എന്താ വേണ്ടത്? ചായ, കോഫി, ജ്യൂസ്? ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? സുന്ദരി സുന്ദരി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നും വേണ്ട. ഓക്കെ, ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് വരാം. നീ ഇവിടെ ഇരിക്കെ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോ. എന്താടാ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? ഇതെന്താ സിനിമയാണോ എല്ലാം തുറന്നു പറയാൻ? സിനിമ തന്നെയല്ലേ. എന്റെ 3 ഷോസ് കഴിഞ്ഞു. എടി, നീ ഒരു പെണ്ണല്ലേ? ഫ്രണ്ട് ആണെങ്കിലും ഒരു ആണിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? ഹെടാ, ഫ്രണ്ട് എന്ന് വെച്ചാലേ ആണായാലും പെണ്ണായാലും ഒന്ന് തന്നെയാ. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അത് പോട്ടെ. എത്ര ഷോസ് കഴിഞ്ഞു? ഓടി 2 ഷോ ഓടിയിട്ടുണ്ട്. ശരിടി, ഞാൻ വെക്ക. കല്യാണമായ ഒരു പയ്യൻ നുണ പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഹലോ, ആരാ? അനിതേ, അനിതേ. വരുന്നു. ഇതെന്തെങ്കിലും എക്സ്പോസ്ഡ് ആയിട്ട് അകത്തേക്ക് ചെല്ല്. എന്റെ കാര്യം ഇവിടെ. ഇതാരാ? അവൾ നമ്മുടെ പ്രഭുവിന്റെ വൈഫ് സുന്ദരി. ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ഹേയ് സുന്ദരി, യു സോ ബ്യൂട്ടിഫുൾ. കോംപ്ലിമെന്റ് ഒക്കെ മതി, പോയി ഡ്രസ് ഇട്. വീട്ടിലിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇരിക്കാനാ? എന്താ നിന്റെ ഞാൻ സുന്ദരിയുടെ വീട്ടിൽ കാണും. കീസ് തന്നിട്ട് പോയാ മതി. ശരി ശരി. സുന്ദരി, നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. വാ. അദ്ദേഹം വീട്ടില് വെച്ച് എന്തോ ഇംഗ്ലീഷില് പറഞ്ഞില്ലേ? അതോ, നീ വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞതാ. അത് തെറ്റല്ലേ? വേറൊരാളുടെ ഭാര്യ എങ്ങനെ പറയുന്നത്? അയ്യോ, നീ എന്താ ഇങ്ങനെ സുന്ദരി? അതൊരു കോംപ്ലിമെന്റ് അല്ലേ? എന്നുവെച്ചാ പുകഴ്ത്തിയതല്ലേ, പുകഴ്ത്തൽ. അങ്ങേരുടെ ഭാര്യയായ എനിക്ക് പോലും തെറ്റായി തോന്നിയില്ല. വാ, നമുക്ക് ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് നിന്റെ ഭയം പോയില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുന്ദരി, കല്യാണത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റ് എന്തിനാ വയ്ക്കുന്നേന്നറിയോ? എന്തിനാന്ന് അറിയില്ല. പെണ്ണുങ്ങൾക്ക് കന്യകാത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഭർത്താവിന് കൊടുത്ത ശേഷമേ അദ്ദേഹമാണ് എല്ലാമെന്നും നമുക്ക് തോന്നും. എന്നാലേ നമുക്ക് അച്ഛൻ, അമ്മ, അനിയത്തി, ബന്ധുക്കൾ എത്ര അടുപ്പമുള്ളവരായിരുന്നാലും അവർ അകന്നവരാവും. ഇവരെല്ലാവരെയും ഒരാളിലൂടെ കാണാൻ പറ്റൂ. അതാണ് ഭർത്താവ്. നിങ്ങൾക്കുള്ളിൽ ആ കാര്യം നടന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് അതുപോലെ കാണാൻ പറ്റില്ല. നിന്റെ ഭയം എന്നുണ്ടായിരിക്കും. ആലോചിക്കൂ. എന്റെ അമ്മ, ഇതെന്തത്? ചിരിയോടെ വെൽക്കം ചെയ്യുന്നു. പേടിയൊക്കെ മാറി. മൂഡ് നല്ലതാണെന്ന് തോന്നുന്നു. ചോദിക്കാം, തെറ്റില്ല. എന്തുപറ്റി? ഇവിടെ തന്നെ നിന്നോളഞ്ഞത്? ബേസിക്കലി ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോ ഞാൻ തന്നെ പോയാണ് കോഫി ഉണ്ടാക്കി കുടിച്ചിരുന്നത്. അത് ഇപ്പോ കല്യാണമായതുകൊണ്ട് നീ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കുടിക്കാം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കി വെക്കാം. ഇന്ന് രാത്രി ഗ്യാരണ്ടിയാ. പതിയെ പതിയെ ഈ വീട് പരിചയമായിക്കോളും.
ഛെ, 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 ഛെ. ഇത്രയും കാലം ബാച്ചിലർ ലൈഫ് കൊല്ലുകാരുന്നടാ. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കംഫർട്ടേ വേറെയാ. ഭാര്യ കോഫി കൊണ്ടുവരുന്നു, നമ്മൾ കുടിക്കുന്നു. ആഹാ. എന്തായാലും ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. ആ, അത്രേ ഉള്ളൂ. ആ, ആ. ഈ സമയത്ത് ആരാടാ? ഹേയ്, ഹായ് നിതേഷ്. എന്താടാ ഈ വഴിക്ക്? വേഗം അകത്തേക്ക് കയറി, ഇല്ലെങ്കിൽ കൊതുക് കയറും. ബ്ലഡി മസ്കിറ്റോസാ? ഒന്നുമില്ല ബ്രോ, വീട്ടിലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചു തീർന്നു. എല്ലാം ബോറടിച്ചു. നിന്റെ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ വാങ്ങാനാ വന്ന. ഞാൻ തന്നെ ഓഫീസ് ടെൻഷനിൽ ഗെയിം ഒന്നും കളിക്കാറില്ല. എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി, കൊണ്ടുവരാം. ഓക്കെ. സുന്ദരി, ഇവന്റെ പേര് നിതേഷ് എന്നാണ്. താഴത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവനൊരു ഗെയിമറാണ്. ഒരു റിസർച്ചിലാണ് പുതിയൊരു ഗെയിം കണ്ടുപിടിക്കാൻ. ശരി, നീ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് ചേച്ചി. ഇവൻ വന്നല്ലോ. ആ, എന്താടാ? താങ്ക്സ് ബ്രോ. ആഘോഷിച്ചു. ആഘോഷിക്കേണ്ടത് ഞാനല്ല ബ്രോ, നിങ്ങളാണ്. എന്തിനാടാ? മാഡം സാധാരണക്കാരിയല്ല കേട്ടോ. നീ അയ്യോ, ഞാൻ വെറുതെ ഗെയിമറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ ഇത്രയും ദിവസം എല്ലാരും കൂടെ ഉണ്ടായിരുന്നിട്ട് സഡൻ ആയിട്ട് ഒറ്റയ്ക്കായപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ശരി, ബാ, നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ബാ. ആ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മേ! പെൻഡ്രൈവ് അതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നില്ലേ, അതുകൊണ്ടാ. യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ആ, കല്യാണം കഴിഞ്ഞു. ആ? ആ?